ഈ കേരള യാത്ര മുന്നോട്ട് വെക്കുന്ന പ്രമേയം. ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ മൂന്നാമത്തെ കേരള യാത്രയാണ് നമ്മുടെ കേരളം അനുഭവിക്കുന്നത്. ഒന്നാമത്തെ കേരള യാത്രയുടെ പ്രമേയം മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുന്നു എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കേരള യാത്രയുടെ പ്രമേയം മാനവികതയെ ഉണർത്തുന്നു എന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ കേരള യാത്രയാകുമ്പോൾ നാം വീണ്ടും മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ എക്കാലത്തും നമുക്ക് സംസാരിക്കാനുള്ളത് മനുഷ്യരെ കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യരുടെ വേദനകളെ കുറിച്ച്, അവരുടെ വേവലാതികളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കേരള മുസ്ലിം ജമാഅത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഒരു മതപ്രസ്ഥാനമായി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കൊരു പക്ഷെ തെറ്റായി പോകും. കാരണം കേരളത്തിന്റെ അതിർത്തികൾ വിട്ടുകൊണ്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തുടനീളം ആഗോളമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി, ഒരു വലിയ പ്രസ്ഥാനമായി ഈ 100 വർഷക്കാലത്തിനിടയ്ക്ക് പ്രസ്ഥാനത്തിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരള യാത്ര കേവലമായ ഒരു യാത്രയായി കേരളത്തിന്റെ ഗ്രാമവീഥികളിലൂടെ സഞ്ചരിക്കുകയല്ല. കേരള യാത്ര ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്കറിയാം, ഈ കേരള യാത്രയിൽ ഓരോ ജില്ലകളിലുമാണ് സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ തിരുവേഗപ്പുറ പാലത്തിന്റെ സമീപത്ത് നമുക്ക് കേരള യാത്രയെ സ്വീകരിക്കാനുള്ള വലിയ അവസരമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് സ്വീകരണം പുലാമന്തൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യമായി തന്നെ, അല്ലെങ്കിൽ പ്രഥമമായി നമ്മുടെ ഈ ഒരു പാലക്കാട് ജില്ലയുടെ സ്വീകരണം നടക്കുന്നത് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഒറ്റപ്പാലത്ത് വെച്ചാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ നാട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ആ സ്വീകരണ യോഗത്തിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരള യാത്ര ഇന്നലെ തുടങ്ങിയ സമയം മുതൽ ഓരോ ജില്ലകളിലെയും പ്രശ്നങ്ങൾ ഈ കേരള യാത്ര അഭിമുഖീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ നാടിന് ആവശ്യമായ സംഭവങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ആ നാട്ടിലെ മനുഷ്യർ അനുഭവിക്കുന്ന ആരോഗ്യപരമായി, സാംസ്കാരികമായി, രാഷ്ട്രീയപരമായി, ഇങ്ങനെ ഒരു നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യർ അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നങ്ങളെയെല്ലാം സമൂഹത്തിന്റെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് എടുത്തിട്ടുകൊണ്ട് ചർച്ചയാക്കിക്കൊണ്ടാണ് കേരള യാത്ര കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ശൈഖുനാ കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ ബദ്റുസ്സാദാത്ത് ഖലീൽ തങ്ങളും അതുപോലെ പേരോട് ഉസ്താദുമെല്ലാം നയിക്കുന്ന ഈ കേരള യാത്ര കേവലമായ ഒരു യാത്രക്കപ്പുറം നമ്മുടെ നാട്ടുകളിൽ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഒരു ഉദാഹരണമായി മാത്രം ഞാൻ പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ അടുത്ത ജില്ലയായ, നമ്മളുടെ തൊട്ടടുത്ത പ്രദേശമായ മലപ്പുറം ജില്ല ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള മലപ്പുറം ജില്ലയിലെ സർക്കാർ സേവനങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇതിനോടകം തന്നെ കേരള യാത്ര ഇവിടെ വലിയൊരു പ്രശ്നമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കും, മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കേരള യാത്ര മലപ്പുറം ജില്ലയെ വിഭജിക്കുന്ന വിഭാഗീയ ചിന്തകളിലേക്ക് കടന്നു പോകുന്നത് എന്നൊരിക്കലും എന്റെ സഹോദരന്മാർ ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം,